ഹലോ ഹായ് അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾക്കിവിടെ സുഖമാണ്. അപ്പോൾ ഇന്ന് കല്യാണ വിശേഷങ്ങളൊക്കെ ഉണ്ട് കാണിക്കുന്നത്. കല്യാണത്തിൻ്റെ തലേ ദിവസം തൊട്ട് കല്യാണ ദിവസം വരെയുള്ള കല്യാണ വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടൊക്കെ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യട്ടെ. അപ്പോൾ ഇത് ശനിയാഴ്ച എടുത്ത വീഡിയോ ആണ്. ശനി ഞായറോ അതിനുള്ള കല്യാണം. അപ്പോൾ ശനിയാഴ്ച ആങ്ങളുടെ നിക്കാവും ഞായറാഴ്ച അനിയത്തിൻ്റെ നിക്കാവും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ. അപ്പോൾ ശനിയാഴ്ച രാവിലെ 9 മണിക്ക് കഴിഞ്ഞിട്ട് നിൽക്കുക. അപ്പോൾ പള്ളിക്കൽ വെച്ച് നിൽക്കുക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ നമ്മളെ വീട്ടിലേക്ക് വന്നിക്കണേ, ബാക്കിയുള്ള ആൾക്കാരൊക്കെ പള്ളിക്കൊക്കെ ആണ്ട് എത്താമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആങ്ങളുടെ ഫ്രണ്ട്സും എല്ലാവരും എത്തിക്കണം. അപ്പോൾ ഓനൊക്കെ മാറ്റി ഒരുക്കി ഇറക്കിക്കണം കേട്ടോ. അപ്പം എല്ലാവരോടും സലാം പറഞ്ഞുകൊണ്ട് ഇറങ്ങിയാണ് ആൾ. അപ്പോൾ നല്ല കരച്ചിൽ, ഇമ്മാക്കൊക്കെ നല്ല കരച്ചിലുണ്ടായിന്, ഇമ്മാക്കും വല്യമ്മാക്കൊക്കെ. ഞങ്ങൾക്കൊക്കെ ഭയങ്കര സങ്കടം ഉണ്ടായിന്. കാരണം ഇത് കാണാൻ ഇപ്പം വല്യപ്പില്ല എന്നുള്ള നല്ലൊരു സങ്കടം ഉണ്ടായിന് എല്ലാവർക്കും. അപ്പോൾ യാത്രയൊക്കെ പറഞ്ഞാണ്ട് സലാക്ക് ചെല്ലിയോ ആങ്ങളെ ഇറങ്ങുകയാണ്. അപ്പോൾ എൻ്റെ ഇപ്പായാലും വല്യപ്പായാലും എൻ്റെ കല്യാണം മാത്രം കണ്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ താഴെ നടന്ന ആരും കല്യാണം ആരും കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു സങ്കടം എല്ലാവർക്കും ഉണ്ടായിനി. അപ്പോൾ സലാക്ക് ചെല്ലി ഓനെ ഇറങ്ങിയ. പിന്നെ മൗലിയരൊക്കെ വന്നിന് കുറച്ച് നേരം ദോയൊക്കെ ഉണ്ടായിട്ടോ. ദോരുന്ന് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇറങ്ങി. അപ്പോൾ എന്നോട് ചോദിക്കട്ടെ, ഇത് വ്ളോഗ് എടുക്കണ്ടെന്നൊക്കെ ആങ്ങളെ ചോദിക്കണത്. ഇതൊക്കെ യൂട്യൂബിൽ ഉണ്ടാവുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അധികം എടുക്കാനൊന്നും എനിക്ക് കഴിഞ്ഞിട്ടില്ല ഇനി. പിന്നെ പള്ളിക്കൽ എത്തിയതിന് ശേഷമുള്ള വീഡിയോ ഒക്കെ എനിക്ക് ആങ്ങളാർ, ചെറിയ ആങ്ങളെയും പിന്നെ എൻ്റെ മോനൊക്കെ ആയിട്ട് എടുത്ത് തന്നതാണ് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും ഇറങ്ങിയിരിക്കണേ. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്ന സമയത്ത് നമ്മൾക്ക് ഇവർക്ക് ഓർലിക്സ് കഴിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. വേറെ ഫുഡൊന്നും ഉണ്ടായിട്ടില്ല ഇനി. അപ്പോൾ ഇവരൊക്കെ പോയി. പിന്നെ നിക്കാഹിൻ്റെ ഇതാണ് ഇട്ടത്. നിക്കാഹ് നടക്കണ അപ്പോൾ ഒരു പള്ളിക്കൽ വെച്ച് കഴിഞ്ഞാൽ പെണ്ണിൻ്റെ വീട്ടിലുള്ള പള്ളിയിൽ വെച്ചിട്ട് ഇനി നിക്കാഹ് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ. അപ്പോൾ പിന്നെ നമ്മൾ പെണ്ണിന് തലേ ദിവസം തന്നെ ശനിയാഴ്ച നമ്മൾ കൊണ്ടുവന്നിക്കണം കേട്ടോ. അപ്പോൾ ഇനി ഞായറാഴ്ച 2 കല്യാണം ആയതുകൊണ്ട് തന്നെ കയറ്റാൻ കുറച്ച് നേരം വൈകുമെന്ന് വിചാരിച്ചിട്ട്, ഓഡിറ്റോറിയത്തിൽ അതിനുള്ള കല്യാണം. അപ്പോൾ വീട്ടിൽ കഴിച്ചാൽ കുറച്ച് നേരം വൈകുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തലേ ദിവസം വീട്ടിലേക്ക് പോയി കൊണ്ടുവന്നിട്ട്. പിന്നെ ഇത് സ്റ്റേജിൽ പാട്ടും ഇതൊക്കെ തലേ ദിവസം തന്നെ തുടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പാട്ടൊന്നും ഇടാത്ത കോപ്പിറൈറ്റ് വരുമെന്ന് പേടിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് 2 പ്രാവശ്യമൊക്കെ കോപ്പിറൈറ്റ് കിട്ടിയിരിക്കണം. അപ്പോൾ അത് പേടിച്ചിട്ടാണ് ഞാൻ ഈ പാട്ടും മ്യൂസിക്കൊന്നും ഇടാത്തത്. അപ്പോൾ നല്ല പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മക്കളെ ഡാൻസ് ഉണ്ട് ആ പാട്ടിനനുസരിച്ചുള്ള. അപ്പോൾ അങ്ങനെ കലാപരിപാടികളൊക്കെ നമ്മൾ 10 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കണം ശനിയാഴ്ച. അപ്പോൾ കുട്ടികളെ നല്ല കളിയും കാര്യങ്ങളുണ്ട് കേട്ടോ. ഒപ്പനയും ഡാൻസും ഒക്കെ ആയിട്ട് കുട്ടികൾ നല്ല അടിപൊളിയാക്കി കളറാക്കിയിരിക്കണേ. അപ്പോൾ അത് കുറച്ചൊക്കെ ഞാൻ ഇരുന്നാണ്ട് വീഡിയോ എടുത്തതാണ്. പിന്നെ നിക്കാവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആങ്ങളെ വന്നിട്ടോ. പിന്നെ ഒരു 12 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പോവാണ് നാത്തൂനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവന് മഹറും കെട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ഇവനും വരുന്നുണ്ട്, മഹറൊക്കെ കെട്ടി ഓളായിട്ട് വരാമെന്ന് കരുതി പോകണത്. അപ്പോൾ പിറ്റേ ദിവസം ഇടാനുള്ള ഡ്രസ്സും ഞങ്ങൾ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തലേന്നത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കയ്യിലുണ്ട്. അപ്പോൾ ഓളെ വീട്ടിലെത്തിയതിൻ്റെ ശേഷമുള്ള വീഡിയോ ഉണ്ട് ഇതൊക്കെ. അപ്പോൾ ഞാനും പിന്നെ അനിയത്തിയും 2 നാത്തൂമാരും മൂത്തമാരുടെ മരവളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അനിയത്തിക്ക് പിറ്റേ ദിവസം വരാൻ കഴിയില്ലെന്ന് വിചാരിച്ചിട്ട് ഓളെ കൊണ്ടുവന്നതാണ്. പിന്നെ ഞങ്ങൾക്ക് അവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും ബീഫ് വരട്ടിയതൊക്കെ ആയിട്ട് നല്ല ഫുഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മഹറൊക്കെ കെട്ടി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറേ സമയം കഴിക്കുന്നുണ്ട്. ഒരു 2:30 കഴിക്കണം ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ. പിന്നെ ഞങ്ങളെ ഫോട്ടോസും ഒക്കെ കുറേ എടുത്തിക്കണേ. അപ്പോൾ സാധാ നോർമൽ ഡ്രസ്സ് ഇട്ടിട്ടോ ഞങ്ങൾ കൊണ്ടുവന്നത്. അതിനുവേണ്ടി വേറെ ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല. പിന്നെ ആൾക്കാണെങ്കിൽ സിമ്പിളായ ഡ്രസ്സിനോടാണ് താല്പര്യം. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നല്ല പാട്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 5 മണിയായപ്പോൾ ഓളെ ആങ്ങളെ കൊണ്ടേ ആക്കി കൊടുത്തിട്ടോ. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ വൈകുന്നേരം ആയപ്പോൾ കുറേ ആൾക്കാരും കുടുംബക്കാരൊക്കെ വന്നപ്പോൾ ഭയങ്കര തിരക്കേനി. പിന്നെ അനിയത്തിൻ്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ ആയിട്ട് എല്ലാവരും വന്നീനി. പിന്നെ രാത്രി എല്ലാവരും ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്കായി പോയി. അപ്പോൾ ഉള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഒക്കെ കഴിഞ്ഞൊരു 11 മണിയായപ്പോൾ കാക്കിയും മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഓലെ പാട്ടും ഒക്കെ ഇനി ഫൈസലാക്കാനും ഡാൻസും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഇനി അവസാനം. അപ്പോൾ ഞങ്ങൾ മൈലാഞ്ചി ഇടുന്നിട്ട് ഞങ്ങളൊക്കെ തലേ ദിവസമാണ് ഞാനും നാത്തൂമാരൊക്കെ മൈലാഞ്ചി ഇട്ടത്. അപ്പോൾ ഇവർ കാക്കാൻ്റെ മക്കളൊക്കെ മൈലാഞ്ചി ഇട്ടിരുന്നുണ്ട്. അതിൻ്റെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഇനി കാണാൻ വേണ്ടിയിട്ട്.
ഫൈസലാക്കൊക്കെ നല്ല അടിപൊളിയാക്കിയിരിക്കുന്നു കേട്ടോ. നമ്മളെ വീട്ടിലാകുമ്പോഴല്ലേ ഇങ്ങനെയൊക്കെ അടിച്ച് പൊളിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പിന്നെ അകത്ത് കയറിയിട്ട് ഒരു 11:30-11:45 സമയമായിക്കണേ. അപ്പോഴാണ് കണ്ടിന് അനിയത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇതാ നമ്മളെ കല്യാണ ചെക്കനും ചങ്ങായിമാരെല്ലാവരും കൂടി പഴക്കൊലൊക്കെ ഏറ്റ് വന്നിട്ടുണ്ട്. ശരിക്കും ഞങ്ങളെല്ലാവരും ഞെട്ടിപ്പോയി. അനിയത്തിയാണെങ്കിൽ ഒരു മാക്സിയൊക്കെ മാറ്റി നിൽക്കിയിരുന്നു. ഞങ്ങളൊക്കെ മാക്സി ഇതൊക്കെ മാറ്റി ഇങ്ങനെ നിൽക്കേന് കേട്ടോ. പരിപാടിയൊക്കെ രാത്രിയൊക്കെ ഏകദേശം എല്ലാതും കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് കെടുക്കാനുള്ളൊരു ഇതിലേനി. അപ്പോൾ ഇതാ ചങ്ങായിമാരെല്ലാവരും കൂടി വന്നിട്ടുണ്ട്. പിന്നെ അവർക്ക് ബിസ്ക്കറ്റും ഇതൊക്കെ കൊടുത്ത് പിന്നെ കുറച്ച് നേരം പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഞങ്ങളാകെ ഞെട്ടിപ്പോയിട്ടോ. സംഭവം നല്ല രസമുണ്ടായിനി കാണാൻ. അപ്പോൾ ഇതാ വലിയൊരു പഴക്കൊലൊക്കെ ഏറ്റ് വന്നിക്കണ്. അപ്പോൾ ഓള് പുറത്തേക്ക് ഇറങ്ങാതെ ഓരിങ്ങോട്ട് കയറൂല എന്ന് പറഞ്ഞപ്പോൾ അനിയത്തി പിന്നെ ചുരിദാറൊക്കെ മാറ്റി ഇറങ്ങി. പിന്നെ തലേ ദിവസത്തെ വീഡിയോ ഇതോടുകൂടി ഞാൻ നിർത്തിയിട്ടോ. പിന്നെ കുറേ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. നമ്മളെ വിരുന്നുകാരൊക്കെ വരുമ്പോൾ സ്വീകരിക്കാനും ഇതിനൊക്കെ നിന്നപ്പോൾ വീഡിയോ എടുക്കുന്ന കാര്യം ഞാനുണ്ട് മാറി. രാവിലെ കുട്ടികളൊക്കെ കഴിഞ്ഞ് സുന്ദരികളും സുന്ദരന്മാരൊക്കെ അയക്കണിട്ട് എല്ലാവരും നല്ല സെറ്റായി മുല്ലപ്പൂവൊക്കെ വെച്ച് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് പൊറാട്ടയും ചിക്കൻ കറിയും ഇന്ന് രാവിലെ. അപ്പോൾ അത് 10 മണിക്കാണ് നിൽക്കാതെ. അപ്പോൾ ഒരു 9 മണിക്ക് തന്നെ ഓഡിറ്റോറിയത്തിൽ എത്തണം എന്ന് പറഞ്ഞിനി. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡിയായി. അപ്പം അനിയത്തിനെ മാറ്റിക്കാൻ വേണ്ടി 7 മണിക്ക് തന്നെ വന്നിന് കേട്ടോ. അപ്പോൾ ഓളവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ വലിയവരൊക്കെ റെഡിയായി ഏകദേശം എല്ലാവരും സെറ്റായി നിൽക്കണേ. അപ്പോൾ അതാ ഞങ്ങൾ മക്കളെ കയ്യിൽ റോസാപ്പൂവൊക്കെ കൊടുക്കാൻ കേട്ടോ. അപ്പോൾ കല്യാണ ചെക്കൻക്ക് വരുമ്പോൾ കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അനിയത്തിയൊക്കെ മാറ്റി ഒരുങ്ങി റെഡിയായി വന്നിക്കണം. നല്ല ഭംഗിയുണ്ടായിട്ട് കാണാൻ. മാഷാ അല്ലാ അടിപൊളിയിനി. അപ്പോൾ അത് ഞാനിവരെ മുന്നിലൊക്കെ ക്യാമറയും പിടിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട്. കുറച്ച് വീഡിയോ ഒക്കെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ എടുത്തുക്കണേ. പിന്നെ അധികം വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ പരിപാടി ഉണ്ടാകുമ്പോൾ വീഡിയോ അങ്ങനെ നമുക്ക് എടുക്കാൻ കഴിയില്ലല്ലോ. വരുന്നവരെ സ്വീകരിക്കാൻ ഇതിനൊക്കെ നിൽക്കുമ്പോൾ. പിന്നെ നമ്മളതിൻ്റെ ഉള്ളിനിട്ട് വീട്ടിൽ തലേ ദിവസം തന്നെ എല്ലാവരും വിരുന്നുകാരൊക്കെ പോയിനി. രാവിലെ നേരത്തെ തന്നെ ഓഡിറ്റോറിയത്തേക്ക് എത്താമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിതാ മുറ്റത്തിറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ്. കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങളിതാ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടാണ്. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വന്നിക്കണേ. പിന്നെ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് ഇതാ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലൊക്കെ കയറിയിരിക്കണം. അപ്പോൾ ഇതാ കല്യാണ ചെക്കനും കൂട്ടരും ആരും എത്തിയിട്ടില്ല കേട്ടോ. ഞങ്ങൾ നേരത്തെയാണ് എത്തിയത്. പിന്നെ ഇതാ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് 12,000 ഫോട്ടോസൊക്കെ ഉണ്ട്. വീഡിയോ ഒക്കെ പിന്നെ കുറച്ച് എടുത്തിട്ടുള്ളതിന്. പിന്നെ സ്റ്റേജൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ നല്ല രസമുണ്ടായിന്. പിന്നെ അതൊക്കെ കഴിഞ്ഞു. ഏകദേശമൊക്കെ ഞങ്ങൾ കുറച്ചൊരു നിക്കാഹിൻ്റെ സമയമായപ്പോൾ നമ്മളെ കല്യാണ ചെക്കനും കൂട്ടരൊക്കെ എത്തി. പിന്നെ അപ്പോൾ അത് നമ്മളെ മക്കളൊക്കെ ഇതാ റോസാപ്പൂവും പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മളെ കല്യാണ ചെക്കനക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അനിയത്തിൻ്റെ മക്കളും ആങ്ങളുടെ മക്കളും എൻ്റെ മക്കളൊക്കെ ഉണ്ട് നിൽക്കുന്നത്. പിന്നെ മക്കളാണെങ്കിലും നല്ല സന്തോഷത്തിൽ കഴിഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഒരു കൊല്ലം മുന്നേ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതാണ് കേട്ടോ രണ്ടാളെയും. അപ്പോൾ ഒരു കൊല്ലത്തെ കാത്തിരിപ്പാണ് ഇപ്പം ഇന്ന് സഫലമാവാൻ പോണത്. അപ്പോൾ അതിൻ്റേതായ സന്തോഷം എല്ലാവർക്കും ഉണ്ടേനി. അപ്പോൾ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് കല്യാണമൊക്കെ നല്ല അടിപൊളിയായി കഴിഞ്ഞു. എന്താ മക്കളൊക്കെ പൂക്കളൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ കല്യാണ ചെക്കനൊക്കെ നല്ല അടിപൊളി ലുക്കിലേന് ഇട്ട. ഫ്രണ്ട്സുകളും നല്ല അടിപൊളിന് നല്ല ബ്ലാക്ക് ഡ്രസ്സൊക്കെ എല്ലാവരും ഒരുപോലെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അതൊക്കെ കഴിഞ്ഞ പോലെ ഹാൾക്ക് കയറും കേട്ടോ. അപ്പം നിക്കാഹിൻ്റെ സമയമൊക്കെ ആയി തുടങ്ങിയിരിക്കണേ. പിന്നെ എനിക്കാണെങ്കിൽ ഈ കല്യാണ വീഡിയോ ഒന്നും അധികം എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. എല്ലാവരും എന്നോട് ചോദിച്ചു എന്താ ഈ വ്ളോഗൊന്നും എടുക്കാത്തതെന്നൊക്കെ. ഞാൻ സംഗതി മറന്നുപോയി. ആ സമയത്ത് ഉച്ച സമയമായപ്പോൾ അതിന് നല്ല തിരക്കുണ്ടായിനി. ഫാമിലിയും ഫ്രണ്ട്സൊക്കെ എല്ലാവരും ഒരുമിച്ച് എത്തിയപ്പോൾ പിന്നെ നിയന്ത്രിക്കാൻ കഴിയാതായി പോയിട്ടോ. പിന്നെ നമ്മൾ സപ്ലൈക്കൊക്കെ ആൾക്കാരൊക്കെ ഏൽപ്പിച്ചിന്. തൽക്കാല സമയം ഓരോന്നും എത്തിയില്ല. പിന്നെ ആ ഭക്ഷണം കഴിക്കുന്നിടത്തൊക്കെ നല്ല തിരക്കുണ്ടായിട്ടാ. ഇത് നമ്മൾ കല്യാണ ചെക്കനതൊക്കെ സ്റ്റേജിലേക്ക് വരികയാണ്. നല്ല രസമുണ്ടായിട്ടാ. നല്ല പാട്ടൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ടായി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഇട്ടത്. എന്താണെന്ന് വെച്ചാൽ 2 പ്രാവശ്യം എനിക്ക് കോപ്പിറൈറ്റ് കിട്ടിക്കണം. അപ്പോൾ ഞാൻ മ്യൂസിക്കും പാട്ടൊക്കെ കട്ട് ചെയ്ത് ഇട്ടതാണ്. പിന്നെ അതാ നിക്കാഹ് നടന്നു കൊടുക്കാനിട്ട്. അപ്പം എൻ്റെ രണ്ടാമത്തെ ആങ്ങളെയാണ് കയ്യിൽ കൊടുത്ത് നിക്കാഹ് ചെയ്യിപ്പിക്കണത്. അപ്പം എൻ്റെ ഇപ്പം മരിച്ചിട്ട് 14 കൊല്ലമായിട്ട്. അപ്പം അനിയത്തി ചെറിയ കുട്ടിയായപ്പോഴാണ് ഇപ്പം മരിച്ചത്. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അങ്ങനെ നിക്കാഹൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതിലിപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ വലിയ ആങ്ങളെ നാട്ടിലില്ലാത്തതുകൊണ്ട് വലിയ ആങ്ങൾക്കും ഇത് കാണാൻ കഴിഞ്ഞിട്ടില്ല.
അപ്പോൾ ഞങ്ങളൊക്കെ പിന്നെ ഈ സമയം റൂമിൽ ഇനിട്ടുണ്ടായിട്ടുണ്ടതിൻ്റെ. അപ്പോൾ കയ്യൊക്കെ കൊടുത്തു, മഹറൊക്കെ കൊടുത്തു, ഒക്കെ കഴിഞ്ഞ് സെറ്റായി. പിന്നെ ഒരു ഫുഡ് കഴിക്കാനൊക്കെ പോയിട്ടാ. പിന്നെ ഓരോ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ മഹർ കിട്ടിയിട്ടാ. പിന്നെ ഞങ്ങൾ എൻട്രിയാണ് അനിയത്തിനെ മുന്നിലൊക്കെ നിർത്തിയിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. ഈ സമയത്ത് നല്ലൊരു പാട്ടൊക്കെ ഇട്ടിട്ട് സംഭവം നല്ല അടിപൊളിയായി. പക്ഷേ അതൊന്നും അതുപോലെ ഇട്ടിക്കണമെങ്കിൽ നല്ല ഭംഗിയുണ്ടായിന് കാണാൻ. അപ്പോൾ കല്യാണക്കാരൊക്കെ ഒരുവിധ ആൾക്കാരൊക്കെ ആ സമയത്ത് എത്തിക്കണം കേട്ടോ. അപ്പോൾ ഇതെനിക്ക് വീഡിയോ എടുത്ത് തന്നത്. അപ്പോൾ കുറച്ച് പോരായ്മകളൊക്കെ ഈ വീഡിയോയിൽ ഉണ്ടാകും, അപ്പോൾ ക്ഷമിക്കെല്ലാവരും. അപ്പോൾ അനിയത്തി തട്ടം കൊണ്ട് മറച്ചിട്ടൊക്കെയാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. അപ്പോൾ ഞാനും അനിയത്തി പിന്നെ 2 നാത്തൂന്മാർ പിന്നെ മുന്നിൽ നിൽക്കണതിൻ്റെ മക്കളാണ് കേട്ടോ. പിന്നെ നിൽക്കാൻ മഹറൊക്കെ കെട്ടി ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കണോടത്തൊക്കെ പോയിട്ട് അപ്പോൾ അതിന് നമ്മളെ ഫാമിലി ഫ്രണ്ട്സൊക്കെ എല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ എത്തിക്കണം. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് തന്നെ ഇല്ല കേട്ടോ, ഫുള്ള് തിരക്കായി പോയി. പിന്നെയാണെന്ന് വെച്ചാൽ 2 കല്യാണമല്ലേ വീട്ടിൽ നടക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ തിരക്ക് എന്തായാലും ഉണ്ടാവും. നമ്മൾ പെണ്ണിനെ കൊണ്ടുവരാൻ പോകലും പിന്നെ അനിയത്തിൻ്റെ കൂടെ പോകലൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായി. പിന്നെ എന്താണ് നമ്മുടെ മിസ്സിസ് മലബാറിലെ ഹിബൊക്കെ വന്നിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു. പിന്നെ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ആദ്യം വേഗം കഴിച്ചതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ ഫുള്ള് സപ്ലൈക്കൊക്കെ നിന്നിട്ട് ഞാനും നാത്തൂനൊക്കെ. പിന്നെ അങ്ങോട്ട് ഉച്ചയായപ്പോൾ പിന്നെ ആകെ ഭയങ്കര തിരക്കേരി. അതിനിടയിൽ പാട്ടും മിമിക്രിയും മോണാക്റ്റൊക്കെ ഉണ്ടായി എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. ഞങ്ങൾ അതൊന്നും കണ്ടിട്ടില്ല കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ നല്ല രസമുണ്ടായി. 2 പെണ്ണൊക്കെ വന്നിട്ട് പിന്നെ രാത്രി അനിയത്തിൻ്റെ വീട്ടിലൊരു തട്ടുകട വെച്ചിട്ടുള്ള ഒരു പരിപാടിയൊക്കെ നടത്തിയിട്ട് അതിൻ്റെ ഷോർട്സൊക്കെ ഞാൻ ഇട്ടിക്കണ്. അപ്പോൾ കാണാത്തവർ കണ്ടൊക്കെ. പിന്നെ നമ്മൾ നാത്തൂനെ കൊണ്ട് ഇവിടെ സ്റ്റേജിൽ അടിച്ച് വാരിപ്പിച്ചൊക്കെ ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ രാത്രിക്കത്തെ വീഡിയോ ഉണ്ട് എടുത്തത്. ഞങ്ങളിതാ രാത്രി ഓഡിറ്റോറിയത്തിൽ നിന്ന് കൊണ്ടുവന്ന പൈനാപ്പിളൊക്കെ ചെത്തി തിന്നിട്ട് നമ്മളടുത്ത് കല്യാണപ്പെണ്ണും അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ തിന്ന് പിന്നെ അതിൻ്റെ ഇടയിൽ വയസ്സിലാക്കാൻ നട്ട്സൊക്കെ എല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ. നിക്കാൻ്റെ സമയത്ത് കൊടുത്തിരുന്നത് ബാക്കിയായത് ഓഡിറ്റോറിയത്തിൽ നിന്ന് കൊണ്ടുവന്നാണ്. അപ്പോൾ അതൊക്കെ വയസ്സിലാക്കി എല്ലാവർക്കും ഇങ്ങനെ കൊടുത്ത് ഞങ്ങളൊക്കെ അതൊക്കെ ഇരുന്ന് തിന്ന്. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ചോറൊക്കെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ നിന്ന് കൊണ്ടുവന്നതിന് ബാക്കിയുള്ളത് അയൽവാസിക്കും എല്ലാവർക്കും കൊടുത്തു. ഒരു 9:30 ആയപ്പോഴത്തേനും നമ്മൾ സൈഡ് അയക്കണം എല്ലാവരും. 2-3 ദിവസത്തെ ഓട്ടപ്പാച്ചിലും ശരിക്കും പറഞ്ഞാൽ ഒരു മാസം മുന്നത്തെ ഓട്ടപ്പാച്ചിലുണ്ട് ഇതിൽ. പക്ഷെ 2-3 ദിവസം ആയപ്പോഴത്തേനും എല്ലാവരും നല്ല ടയേർഡായിന്. പിന്നെ കല്യാണ സമയത്തൊന്നും ആർക്കും വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും ഒരുവിധമൊക്കെ അയക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഇനി കല്യാണ പിറ്റേന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ എടുത്തുക്കണം. അനിയത്തിൻ്റെ വീട്ടിൽ പോകണതും പിന്നെ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ എടുത്തുക്കണത്. കല്യാണ പിറ്റേന്നുള്ള രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ എടുത്തുക്കണേ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരട്ടെ. അപ്പോൾ ഈ വീഡിയോ കുറച്ചൊക്കെ പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ. അപ്പോൾ ഇന്നത്തെ നമ്മളെ കല്യാണ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.